നമ്മൾ മനുഷ്യരെ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഒക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ സാഹിത്യത്തിലും കവിതകളിലും ഒക്കെ ചന്ദ്രന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ മനുഷ്യരാശിയോട് ചന്ദ്രന് വളരെ ശാശ്വതമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് മനുഷ്യന് ചന്ദ്രനോടുള്ളത്. എന്നിരുന്നാലും അതിന്റെ ഒരു ഉത്ഭവത്തെ പറ്റിയും അതിനെപ്പറ്റി ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയത് ഏകദേശം ഈ ഗലീലിയോ എന്ന് പറയുന്ന ഒരു പഴയകാലത്തെ ഒരു ശാസ്ത്രജ്ഞനുള്ളൂ. ആ കാലം തൊട്ടാണ് നമ്മൾ ചന്ദ്രനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള കുറച്ച് സൂചനകൾ നൽകുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഈ സ്റ്റഡിയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ചന്ദ്രനിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്ന ഒരു തരത്തിലുള്ള ഒരു ഉൽക്കാശകലം അനലൈസ് ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയ വളരെ ഇൻഡിജിനസ് ആയിട്ടുള്ള നോബൽ ഗ്യാസസിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇൻഹെറിറ്റൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു പാരമ്പര്യമായിട്ട് അത് ലഭിച്ചത് ഭൂമിയിൽ നിന്നാണ് അത് ലഭിച്ചതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയത് ഭൂമിയിലെ കിട്ടിയ ഒരു ഉൽക്കാശകലത്തിൽ നിന്നാണ് കിട്ടിയ ഉൽക്ക എന്ന് പറയുന്നത് മൂണിൽ നിന്ന് വന്നതാണ്, അല്ലെ ചന്ദ്രനിൽ നിന്ന് വന്നതാണെന്ന് കരുതുന്ന ഉൽക്കയാണ്. അതിനകത്തുനിന്ന് കിട്ടിയ നോബൽ ഗ്യാസസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ചന്ദ്രൻ രൂപീകരിക്കപ്പെടുന്നതിന് കാരണം ഭൂമിക്കും ഒരു പങ്കുണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഈ ചന്ദ്രൻ എങ്ങനെയാണ് രൂപപ്പെട്ടതിനെ പറ്റി വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. വളരെയധികം സിദ്ധാന്തങ്ങളും തിയറീസും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഒന്ന് സ്വാധീകരിക്കുന്ന ഒരു റിസർച്ചാണ് റീസെന്റ് ആയിട്ട് ജർമ്മനിയിൽ നിന്നുള്ള ETH എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സുറിച്ചിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോകെമിസ്ട്രി ആൻഡ് പെട്രോളജി എന്ന് പറയുന്ന അവിടെ നിന്നുള്ള റിസർച്ചേഴ്സാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ ETH Zurich എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഓർഗനൈസേഷനുള്ള ജിയോകെമിസ്റ്റുകളും കോസ്മോകെമിസ്റ്റുകളും പെട്രോളജിസ്റ്റുകളും അവരൊക്കെ ചേർന്നിട്ട് ഈ ചന്ദ്രന്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്ന കാര്യം ഈ സയൻസ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഈ ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. അവരതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയുടെ ആവരണത്തിന് തുല്യമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഒറിജിൻ ചെയ്തെന്ന് കരുതുന്ന ഹീലിയം, നിയോൺ തുടങ്ങിയ വളരെ നോബൽ ഇൻഡിജിനസ് ആയിട്ടുള്ള നോബൽ ഗ്യാസസിന്റെ ട്രേസസ് ഈ ചന്ദ്രനിൽ നിന്ന് വന്നതെന്ന് കരുതുന്ന ഒരു ഉൽക്കാശകലനത്തിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രനിൽ നിന്ന് വന്ന ഉൽക്കാശകലനമാണല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്നത് ചന്ദ്രൻ ഒരുപക്ഷെ രൂപം കൊണ്ടത് ഭൂമിയും മറ്റൊരു ആകാശഗോളവും തമ്മിൽ നടന്ന വലിയൊരു കൊളീഷന്റെ ഫലമായിട്ടാണ് ചന്ദ്രൻ രൂപം കൊണ്ടതെന്ന് കാണിക്കുന്ന പല തിയറീസും ഉണ്ട്. അതിനെ പൊതുവെ ഒരു ജെയിന്റ് ഇമ്പാക്ട് തിയറി എന്നൊക്കെയാണ് പറയുന്നത്. ജെയിന്റ് ഇമ്പാക്ട് തിയറി എന്ന് പറയുന്ന ആ തിയറിയൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഔട്ട്കം ആണ് ഈ റിസർച്ചിലൂടെ കിട്ടിയെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജെയിന്റ് ഇമ്പാക്ട് തിയറി എന്ന് പറയുന്നത് വെച്ചാൽ ഈ ശാസ്ത്ര സമൂഹം വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു നിലവിലുള്ള തിയറമാണ് അതെന്ന് പറയുന്നത് ഈ ചന്ദ്രൻ രൂപീകരിച്ചത് ഭീമാകാരനായ ഏതോ തരത്തിലുള്ള വസ്തു ആദ്യകാലത്തിലുള്ള പണ്ട് കാലത്ത് എപ്പോഴോ, അതായത് മനുഷ്യനെ കൊണ്ടാവുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് ഇടിച്ചപ്പോഴാണ് ചന്ദ്രൻ രൂപീകരിച്ചതെന്ന് കാണിക്കുന്ന ഒരു തിയറിയാണിത്. അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത് ഈ ചന്ദ്രനിൽ നിന്ന് വന്നതെന്ന് കരുതുന്ന ഈ അന്റാർട്ടിക്കയിൽ നിന്ന് കിട്ടിയ ഉൽക്കാശകലങ്ങളാണ് ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത്. അപ്പം ETH Zurichലെ ഈ റിസർച്ചേഴ്സ് ഈ നാസയിൽ നിന്നാണ് അവർക്ക് കിട്ടിയ ഈ അന്റാർട്ടിക്കയിൽ നിന്ന് കളക്ട് ചെയ്തെന്ന് കരുതുന്ന ചാന്ദ്ര ഉൽക്കാശിലകളുടെ ഒരു 6 സാമ്പിൾസ് ആണ് അവർ ഈ സ്റ്റഡിക്ക് വേണ്ടി വിശകലനം ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ ഉൽക്കാശിലങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉള്ളിൽ നിന്ന് വന്ന മാഗ്മ പെട്ടെന്ന് തണുത്തപ്പോൾ ഉണ്ടായ ഒരു ബസാൾട്ടിക് പാറയാണ് ഈ ഉൽക്കാശില എന്നാണ് പറയുന്നത്. ഈ ഉൽക്കാശിലയിൽ ബസാൾട്ടിക് പാറയാണ് മാത്രമല്ല ഈ അതിന്റെ രൂപീകരണത്തിന് ശേഷം ഈ ബസാൾട്ടിക് ഈ മാഗ്മ ഒരു പുതിയ മറ്റു തരത്തിലുള്ള ബസാൾട്ടിക് പാളികളാൽ മൂടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അതിന് ഒരു തരത്തിലുള്ള കോസ്മിക് കിരണങ്ങളുടെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സോളാർ വിൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പോഷർ ഒന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു ഉൽക്കാശിലത്തിന്റെ ഭാഗമാണ് ഇവർ അനലൈസ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് ഈ ഉൽക്കാശില ഇങ്ങനെ ഈ മാഗ്മ പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് തണുക്കപ്പെടുകയും അതിന്റെ ഫലമായിട്ട് മറ്റു ചില ധാതുക്കളുമായിട്ട് ചേർന്ന് ഒരു തരത്തിലുള്ള ലൂണാർ ഗ്ലാസ് മെറ്റീരിയൽസിന് തുല്യമായിട്ടുള്ള ഗ്ലാസ് കണങ്ങളുടെ രൂപീകരണത്തിന് കാരണമായെന്നും അതിന്റെ ഫലമായിട്ട് ഇതിനെ കവർ ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു തരത്തിലുള്ള സോളാർ വിൻഡ് എക്സ്പോഷർ അതിനുണ്ടായില്ലെന്നും പക്ഷെ അതിന്റെ പുറം ഭാഗത്ത് ഇത്തരത്തിലുള്ള എന്താ പറയാ ഈ ഐസോടോപിക് സിഗ്നേച്ചറുകൾ, അതായത് സോളാർ വിൻഡിന്റെ ഐസോടോപിക് സിഗ്നേച്ചർ കണ്ടെത്തിയെങ്കിലും അതിന്റെ അകം ഭാഗത്ത് ഇത്തരത്തിലുള്ള സോളാർ എക്സ്പോഷർ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഹീലിയം, നിയോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൂണിന്റെ അകത്തുനിന്ന് കിട്ടി. പക്ഷെ അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഒരിക്കലും സോളാർ വിൻഡിൽ നിന്നല്ല, മറ്റെവിടുന്നോ ആണെന്നാണ് അവർ പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്ന് പണ്ട് കൊളീഷന്റെ ഭാഗമായിട്ട് അന്ന് ട്രാപ്പ് ചെയ്യപ്പെട്ട ഈ പുരാതന കാലത്ത് ഹീലിയവും നിയോണും ആണെന്നൊക്കെ രീതിയിലാണ് റിസർച്ച്
റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ ഔട്ട്കം കാണിക്കുന്നത് ഒരു തരത്തിലും സോളാർ വിൻഡിന്റെ ഒരു എക്സ്പോഷർ ഇല്ലാതെ തന്നെ ഇത്തരത്തില് ഹീലിയം നിയോണോ അതിനകത്ത് ഉണ്ടായപ്പോൾ തന്നെ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് ഭൂമിയോട് തന്നെ വളരെ തദ്ദേശീയമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഇൻഹറന്റ് ചെയ്ത നോബൽ ഗ്യാസസ് ആണ് ഈ ചന്ദ്രനിൽ പാരമ്പര്യമായിട്ട് അതിന്റെ ഉത്ഭാഗത്തുള്ളതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ചന്ദ്രോപരിതലത്തിൽ ഒരു തരത്തിലുള്ള എക്സ്പോഷറും, അതായത് സോളാർ എക്സ്പോഷറും നേടാത്ത ഈ ചന്ദ്രനിൽ നിന്നുള്ള ഈ ഒരു ബസാൾട്ടിക് പദാർത്ഥങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ നോബൽ ഘടകങ്ങൾ അല്ലെങ്കിൽ നോബൽ ഗ്യാസസിന്റെ ഉത്ഭാഗത്ത് കണ്ടെത്തിയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിൻ ഭൂമിയാണെന്നും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അവര് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഒരിക്കൽ കേട്ടിട്ടുണ്ടാവും ഈ സോളാർ അല്ലെങ്കിൽ ലൂണാർ മാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് ചന്ദ്രനിലെ വളരെ വലുതും ഒരു തരത്തിൽ ഇരുണ്ടതുമായ ഒരു ബസാൾട്ടിക് റോക്കിന്റെ ഒരു സമതലങ്ങളാണ് ഈ ലൂണാർ മാരി എന്ന് പറയുന്ന ഈ കാണിക്കുന്ന തരത്തിലുള്ള പ്രദേശങ്ങൾ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ചന്ദ്രന് ആറ്റ്മോസ്ഫിയർ ഇല്ലെന്നറിയാലോ, അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ചിഹ്നഗ്രഹങ്ങളൊക്കെ വന്ന് ഇടിക്കാറുണ്ട്. ഇത്തരത്തില് ചന്ദ്രനിൽ ഒരു കാലത്ത് വന്ന് പുരാതന കാലത്തെ ഈ ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതത്തിന്റെ ഭാഗമായിട്ട് കുറേയധികം അത് ഓപ്പൺ ആകപ്പെടുകയും അതിനകത്തുനിന്ന് മാഗ്മ പുറത്തേക്ക് വരികയും അങ്ങനെയാണ് ഈ ബസാൾട്ടിക് സമതലങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത് ഈ ലൂണാർ മാരി എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇത്തരത്തിലുള്ള ഈ ചിഹ്നഗ്രഹങ്ങളിലെ തുടർച്ചയായിട്ട് വന്ന് ഇടിച്ചതിന്റെ ഫലമായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഇത്തരം സമതലങ്ങളിൽ നിന്ന് ലാവാപ്രവാഹങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ പുറത്തേക്ക് വന്ന ഒരു കഷ്ണത്തിന്റെ ഒരു ഭാഗമാണ് ഉൽക്കാശിലയായിട്ട് ഭയങ്കര ശക്തമായ ഒരു ആഘാതത്തിന്റെ ഫലമായിട്ട് ഉയർന്ന ഒരു ഊർജത്തിന്റെ ഫലമായിട്ട് അത് പുറത്തേക്ക് പോവുകയും അങ്ങനെ ഒരു പാറകഷ്ണങ്ങളുടെ രൂപത്തിൽ ഉൽക്കാശില എന്ന രൂപത്തിൽ ഭൂമിയിലേക്ക് നീങ്ങുകയും അത് ഭൂമിയിൽ വീണു എന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അങ്ങനെയായിരിക്കും ചന്ദ്രനിൽ നിന്നുള്ള ഈ ഉൽക്ക ഭൂമിയിൽ എത്തിപ്പെട്ടതെന്ന് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ നാസ ഭൂമിയുടെ പല ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഉൽക്കാ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ആഫ്രിക്കയുടെ മരുഭൂമിയിൽ നിന്നും അല്ല അന്റാർട്ടിക്കയിലെ തണുത്ത മരുഭൂമി എന്ന് പറയുന്ന വളരെ കോൾഡർ ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഈ ഉൽക്കാശിലകൾ കളക്ട് ചെയ്തിട്ടുണ്ട് മൂണിൽ നിന്ന് വന്നിട്ടുള്ള. അത്തരത്തിൽ കിട്ടിയ ഒരു ഉൽക്കാശില അനലൈസ് ചെയ്യാണ് അവർ ചെയ്തത്. പിന്നെ അത് ഇവരെങ്ങനെ അനലൈസ് ചെയ്തെന്ന് നോക്കാം. അതിനുവേണ്ടി അവർ വളരെയധികം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നോബൽ ഗ്യാസ് ലബോറട്ടറി ഉണ്ട് ഈ ETH സുറിച്ചിൽ. അവിടെ ആ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്ന് വെച്ചാൽ ടോം ഡ്യൂലി എന്ന് പറയുന്ന വളരെ അത്യാധുനികമായിട്ടുള്ള നോബൽ ഗ്യാസ് മാസ് സ്പെക്ട്രോമീറ്റർ ഉണ്ട്. ആ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്തത്. ഈ ടോം ഡ്യൂലി എന്ന് പറഞ്ഞാൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽക്കാശിലകളിൽ നിന്നുള്ള വളരെ സബ് മില്ലിമീറ്റർ അളവിൽ തന്നെയുള്ള ഈ ഇത്തരത്തിലുള്ള ഈ ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് അപ്പോഷനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ വാതകങ്ങളുടെ ഉറവിടം കണ്ടെത്താനും അല്ലെങ്കിൽ സൗരവാതകത്തിനെ ഒന്ന് അതിന്റെ ഒരു പ്രസൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റു സോഴ്സസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ കഴിവുള്ള തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അത് അത്തരത്തിലാണ് ഈ ഗവേഷണ സംഘം ഇതിനെ ഐഡന്റിഫൈ ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്തത്. എന്നിട്ട് ഇവർ നോക്കിയപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ വളരെ കൂടിയ അളവിൽ ഹീലിയവും നിയോണും അവർ പ്രതീക്ഷിച്ചതിന്റെ അളവിൽ കൂടിയ അളവിൽ ഈ ഒരു കിട്ടിയ ഈ മെറ്റീരിയലിനകത്ത് ഉണ്ടായിരുന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവർ പറയുന്നത് ഈ ടോം ഡ്യൂലി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവും വളരെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. വാസ്തവത്തിൽ ഹീലിയത്തിന്റെ നിയോണിന്റെ ഒക്കെ വളരെ ചെറിയ വളരെ കുറഞ്ഞ സാന്ദ്രത പോലും കണ്ടെത്താൻ കഴിയുന്ന ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലുതും ഒരുപക്ഷെ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഉപകരണമാണ് ഇതെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ റീസെന്റ് ആയിട്ട് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും മർച്ചിസൺ ഉൽക്കാശില എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഏകദേശം 7 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ സ്റ്റെല്ലാർ ഖരദ്രവ്യമാണെന്ന് തന്നെ പറയാം. അതിൽ നിന്നുള്ള നോബൽ വാതകങ്ങൾ വരെ ഒരുപക്ഷെ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മുമ്പ് അവർ പല സ്റ്റഡികളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ് ഓഫ് ആർട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അവർ ഈ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്തത്. അപ്പം ചന്ദ്രന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജൈന്റ് ഇമ്പാക്ട് തിയറി എന്ന് പറയുന്നത് വാലിഡ് ആണെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിലുള്ളതുപോലെ ജീവന്റെ ഒരു ഉത്ഭവത്തിലും അതിനുള്ള സാധ്യതയും ചന്ദ്രനിലുണ്ടെന്ന രീതിയിൽ സ്റ്റഡി നടത്താനൊക്കെ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് നാസയുടെ പക്കൽ ഏകദേശം ഒരു 70,000-ഓളം വരുന്ന ഇത്തരത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഉൽക്കകളുടെ ശേഖരണം തന്നെയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റഡി ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള നോബൽ വാതകങ്ങളും ഐസോട്ടോപ്പുകളും ഒക്കെ പറ്റിയുള്ള കൂടുതൽ റിസർച്ചിനുള്ള സാധ്യതകളും അതൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ നോബൽ ഗ്യാസിന്റെ അതിന്റെ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ജിയോ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്യുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ ജിയോ കെമിസ്ട്രിയിൽ ചെയ്യുന്ന വളരെ പ്രശസ്തരായുള്ള റിസർച്ചേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. അപ്പം ഏറ്റവും അനലൈസ് ചെയ്യാനും
കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ റിസർച്ചിന് ബുദ്ധിമുട്ടുള്ള സെനോൺ, ക്രിപ്റ്റോൺ തുടങ്ങിയ നോബൽ ധാതുക്കളെയൊക്കെ ഫോക്കസ് ചെയ്ത് ഈ ഇത്തരത്തിലുള്ള ഈ ഉൽക്കാശിലുകളെ ഫോക്കസ് ചെയ്ത് ഈ ഗവേഷകർ തന്നെ കൂടുതൽ റിസർച്ചിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഇതിനുപരിയായിട്ട് ഈ ചാന്ദ്ര ഉൽക്കാശിലകളിലുള്ള ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹാലജൻ തുടങ്ങിയ അസ്ഥിരമായിട്ടുള്ള മൂലകങ്ങളുണ്ടല്ലോ, ഒരുപക്ഷെ ജീവനെ സഹായിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള മൂലകങ്ങളെ പറ്റിയൊക്കെ ഭാവിയിൽ കൂടുതൽ സ്റ്റഡി വരാൻ സാധ്യതയുണ്ടെന്ന് ഒക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ, ഇത്തരത്തിലുള്ള അസ്ഥിര മൂലകങ്ങൾ ജീവിതം അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് ഇല്ലെങ്കിൽ പോലും തന്നെ വളരെ ശക്തമായിട്ട് ഈ ചന്ദ്രൻ രൂപീകരിക്കപ്പെട്ട സമയത്ത് അറിയാലോ ഒരു ഇമ്പാക്ട് ഉണ്ടായെന്നും വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള തെർമൽ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കാമെന്നും ആ സമയത്ത് ഈ രൂപീകരണ സമയത്തെ അതിനെയൊക്കെ അതിജീവിച്ച് ഇത്തരത്തിലുള്ള വളരെ നോബൽ ഗ്യാസിനെ പറ്റിയുള്ള അനലൈസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടല്ലോ, ജിയോകെമിസ്ട്രിയിലും ജിയോ ഫിസിക്സിലുള്ള എക്സിസ്റ്റിംഗ് മോഡലുകളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് പുതിയ തരത്തിലുള്ള സ്റ്റഡീസിനെ പറ്റി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പല മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്, അതിനെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ പുതിയ മോഡൽസ് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിനുപരിയായിട്ട് നമ്മുടെ സൗരയൂഥത്തെ പറ്റിയും അതിനപ്പുറത്തേക്കും ഉള്ള ഗ്രഹങ്ങളിലും എക്സ്ട്രാ ടെറസ്ട്രിയൽ ഗ്രഹങ്ങളിലും ഇത്തരത്തിലുള്ള അസ്ഥിരമായിട്ടുള്ള മൂലകങ്ങൾ എങ്ങനെയാണ് ഗ്രഹരൂപീകരണത്തെ സഹായിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂച്ചർ സ്റ്റഡീസിന് കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, സൊസൈറ്റി തുടങ്ങിയവയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേണൽ ആർട്ടിക്കിൾസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു വീഡിയോകൾ കാണുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.